വിവോയുടെ X200 സീരീസ് ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. X200 സീരീസിൽ X200ഉം അതുപോലെ തന്നെ 200 പ്രോയും ആയിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ ഫോണുകളിൽ വളരെ മികച്ച ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തതിൽ ഇന്ത്യൻ മാർക്കറ്റിൽ X200 സീരീസ് ഓപ്ഷനിൽ ഉണ്ട്. ഇപ്പം ഈ ഒരു സീരീസിലോട്ട് പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ പോവാണ്, X200 Pro Mini. ഇപ്പോൾ മറ്റേ ഫോണുകളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മികച്ച ക്യാമറ പെർഫോമൻസിന്റെ കൂടെ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് എന്നുള്ളത് കൂടിയാണ്. ജസ്റ്റ് കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസും ക്യാമറയും മാത്രമല്ല, ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറും മികച്ച ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അപ്പം മികച്ച ഫീച്ചേഴ്സുമായിട്ട് X200 Pro Mini എന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ടൈമിനെ കുറിച്ചിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വിവോ X200 Pro Mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.31 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് ആയിരിക്കും ഇതിൽ വരിക. പൊതുവേ ഇപ്പോഴത്തതിൽ ആൻഡ്രോയിഡ് ഫോൺസിൽ അധികം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണുകൾ കാണാറില്ല. പക്ഷേ ഈ ഒരു ഫോൺ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഒരു ഫോണായിരിക്കും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. LTP എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ ഒക്കെ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 4500 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കുറഞ്ഞൊരു സ്ക്രീൻ സൈസ് ആയിരിക്കും ഇതിൽ വരിക. ഇനി ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിൻ്റെ f1.57 എപ്പേഴ്സിൽ വരുന്ന സോണി LYT-818ൻ്റെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇത് അത്യാവശ്യം നല്ലൊരു ക്യാമറ സെൻസറാണ്. പിന്നെ OSൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.0 എപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ മൂന്നാമത് 50 മെഗാ പിക്സലിൻ്റെ f2.57 എപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ പെരിസ്കോപ്പ് ലെൻസ് വരുന്നതായിരിക്കും. ഇതിൽ 3.7x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ f2.0 എപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അത് മാത്രമല്ല നല്ലൊരു ക്യാമറ പെർഫോമൻസും മിക്കവാറും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന നല്ല ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു ഫോണായിരിക്കും മിക്കവാറും ഇത്. പിന്നെ ഇത് പറയുമ്പം ഇത് മാത്രമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വിചാരിക്കരുത്. ഇപ്പം ഇതിൽ വേറെ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ MediaTek Dimensity 9400 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു പെർഫോമൻസും ഇതിൽ വന്നേക്കാം. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരും. ഈ ഒരു ഫോണിൽ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് വരും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരും. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5700 mAhന്റെ ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ആ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ സൈസിലോട്ടൊക്കെ വരുമ്പോൾ പൊതുവെ കാണാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റിയും കുറയാറുണ്ട്. പൊതുവെ 4500 mAhന്റെ ബാറ്ററി വരെയൊക്കെ എത്താറുണ്ട്. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല, 5700 mAhന്റെ ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പം സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. പിന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വയർലെസ് ചാർജിങ് സപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരും. അപ്പം പുതിയ ബാറ്ററി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരും. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് ഏകദേശം 187 ഗ്രാം വന്നേക്കാം. തിക്നെസ് 8.15 mm വരുന്നതായിരിക്കും. പിന്നെ IP68, 69 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മികച്ചൊരു IP റേറ്റിംഗും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് ഏപ്രിൽ 2025 ആയിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ X200 Pro Mini എന്ന സ്മാർട്ട് ഫോൺ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ഏകദേശം 55,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയായിട്ടായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇപ്പം X200 എന്നുള്ള സ്മാർട്ട് ഫോൺ 66,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് വരുന്നത്. ഇപ്പം ഈ ഒരു മിനി വെർഷൻ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. X200ൻ്റെയും അതുപോലെ തന്നെ 200 പ്രോയുടെയും ഇടയിലായിട്ടുള്ള പ്രൈസിങ്ങിലാണ് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 75,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ X200 Pro Mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.